ഞങ്ങളിവിടെ ബിരിയാണി വെക്കുക. നല്ല ടേസ്റ്റ് ആയിരിക്കും. ഞാനൊക്കെ ഇതിന് അഡിക്റ്റാ. എന്റെ മമ്മി ഉണ്ടാക്കുന്നേ. ഗ്യാരണ്ടി ആണോ? എത്ര ബിരിയാണി വിറ്റു ഇന്ന്? അയ്യോ, എണ്ണാനൊന്നും അറിയത്തില്ല, കുറെ വിറ്റു അല്ലേ? അപ്പൊ ഒരു കാറുണ്ട്, ഒരു മോളും ഉണ്ട്. എന്തോ പരിപാടി? ഞങ്ങളിവിടെ ബിരിയാണി വെക്കുക. ബിരിയാണി വിൽക്കുവാണോ? എത്ര ദിവസമായി ബിരിയാണി കച്ചവടം തുടങ്ങിയിട്ട്? 3 ദിവസമായി. ഊട്ടി ബിരിയാണി. ഊട്ടി ബിരിയാണി? അതെന്തോ ഊട്ടി ബിരിയാണി? ഊട്ടി സ്റ്റൈല് ബിരിയാണി എന്ന് പറഞ്ഞാൽ കുറച്ച് മസാല ആയിട്ടുണ്ടാവും. കേരളത്തിലുള്ള അങ്ങനെയല്ല. കേരളത്തിലൊരു വൈറ്റ് കളറിലെ റൈസ് അല്ലേ, ഇവിടെ ഒരു ഓറഞ്ച് യെല്ലോ അങ്ങനെ ഒരു കളറായിരിക്കും. നല്ല ടേസ്റ്റ് ആയിരിക്കും. ഞാനൊക്കെ ഇതിന് അഡിക്റ്റാ. എന്റെ മമ്മി ഉണ്ടാക്കുന്നേ. ഗ്യാരണ്ടി ആണോ? മമ്മി ഉണ്ടാക്കുന്നേ? അപ്പൊ ഗ്യാരണ്ടി ഉണ്ടാക്കുന്നയാ. ഞങ്ങൾ തന്നെ എപ്പോഴും കഴിക്കാറുള്ള. ഞങ്ങൾ ഉണ്ടാക്കിക്കുന്നയാ. ഞങ്ങൾ പറഞ്ഞ ടൈപ്പ് ഇതൊക്കെ ചെയ്യുന്നത്. അപ്പൊ ഈ കച്ചവടത്തിലേക്ക് ഇപ്പൊ പെട്ടെന്ന് ഇറങ്ങാനുള്ള കാരണം എങ്ങനെയാ? കച്ചവടത്തിലേക്ക് പെട്ടെന്ന് ഇറങ്ങാനുള്ള കാരണം വീട്ടിൽ ഒന്നാമത് വെറുതെ ഇരിക്കുക, പിന്നെ എല്ലാവർക്കും അവധിയാ. അനിയനുണ്ട്, അനിയന്റെ ഫ്രണ്ട്. അവരൊന്ന് വിളിക്കാം നമുക്ക്. ഇത് അനിയൻ. ഇത് അനിയനാണ്. ഓക്കെ ഓക്കെ. അനിയന്റെ പേരെന്താ? ആശിയൽ. മോന്റെ പേര് ഫിന്നി. അപ്പൊ ഇവര് രണ്ടുപേരും കൂടെ ചേർന്നുകൊണ്ട് മോളുമായിട്ട് ഇറങ്ങും അല്ലേ? അതെ. കച്ചവടമൊക്കെ എങ്ങനെയുണ്ട്? കച്ചവടമൊക്കെ എല്ലാരും നല്ല സപ്പോർട്ടാ. മോള് ഇപ്പൊ നിൽക്കുന്ന കറക്റ്റ് സ്ഥലം എവിടെയാണെന്ന് അറിയാമോ? തകഴിക്കും പച്ചയ്ക്കും ഇടയ്ക്കാണ് നിങ്ങൾ നിൽക്കുന്നത്. അപ്പൊ ഉഷാറാണ് കച്ചവടമൊക്കെ. നേരത്തെ എന്താ പറഞ്ഞ, അമ്മ ഉണ്ടാക്കുന്ന ബിരിയാണി നല്ലതാണെന്നാണോ പറഞ്ഞത്? ആ, നിങ്ങൾ അഡിക്റ്റ് ആണ് ബിരിയാണിക്ക്. എത്ര എണ്ണം കൊണ്ടുവരും ഇപ്പം? ഞാൻ ആദ്യ ദിവസം 10 എണ്ണമായിരുന്നു കൊണ്ടുവന്നേ. 10 എണ്ണം ഒരു മണിക്കൂറിനകത്ത് 10 എണ്ണം ഫുള്ള് കഴിഞ്ഞ്. പിന്നെ രണ്ടാമത്തെ ദിവസം 20 എണ്ണം കൊണ്ടുവന്നു. 20 എണ്ണം ഒരു മണിക്കൂറിൻ്റെ ഉള്ളിൽ ഫുള്ള് കഴിഞ്ഞു. ഇപ്പം ഞങ്ങൾ 25 എണ്ണം കൊണ്ടുവന്നു. അതും ഇങ്ങനെ വിറ്റോണ്ടിരിക്കും. എത്ര മണിയാകുമ്പോൾ മോൾ ഇവിടെ വരും? ഞാൻ 11 മണിയാകുമ്പോൾ ഇവിടെ വരും. 11 മണിയാകുമ്പോൾ വരും. 12:15 പോകും. എല്ലാ ദിവസവും ഇവിടെ കാണുമല്ലോ. കണ്ടിന്യൂസ് കച്ചവടം ഉണ്ടാവല്ലോ. അപ്പൊ ഈ വണ്ടി അറിയാം? വണ്ടി പപ്പയുടെ വണ്ടി. ഇവര് മക്കൾ എടുത്തോണ്ടുള്ള ഇറക്കമാണ് കേട്ടോ. അപ്പൊ ഊട്ടി ബിരിയാണി എന്നുള്ള ബോർഡൊക്കെ വെച്ചിട്ടുണ്ട്. നല്ല മനോഹരമായിട്ടുള്ള ഒരു സ്ഥലത്താണ് ഇവര് നിൽക്കുന്നത്. മോടെ ബിരിയാണി ഒന്ന് കാണിച്ചേ നോക്കട്ടെ. അയ്യോ, എത്ര രൂപ ബിരിയാണിക്ക്? 120 രൂപ ബിരിയാണി. കേരള സ്റ്റൈൽ ബിരിയാണി അല്ല ഇത്? ഉറപ്പാണ്. അടിപൊളിയായിരിക്കും ബിരിയാണി കഴിച്ചാൽ. സൂപ്പറാണ്. മോളുടെ ഉറപ്പാണല്ലോ. അപ്പൊ എല്ലാവരും വാങ്ങിച്ചൊന്ന് സഹായിക്കണേ. സ്ഥലം മറന്നുകൊണ്ടാ. നിങ്ങൾ ഈ ലൊക്കേഷൻ നോക്കി വെച്ചാൽ മതി. നല്ല മനോഹരമായിട്ടുള്ള സ്ഥലമാണ്. അതിന്റെ തൊട്ടടുത്തായിട്ട് തന്നെ ഈ മോളെ കാണാം. അപ്പൊ നിങ്ങളെ സമ്മതിച്ചു. കാരണം വീട്ടിൽ വെറുതെ ഒന്നും ഇരിക്കാതെ ഇങ്ങനെ ഇറങ്ങാനുള്ള ഒരു മനസ്സുണ്ടല്ലോ നിങ്ങൾ 3 പേർക്കും. മമ്മി നന്നായിട്ട് ഭക്ഷണമൊക്കെ ഉണ്ടാക്കുമോ? ഇത് ബിരിയാണി അല്ലാതെ എന്തൊക്കെ ഉണ്ടാക്കും മമ്മി? ബിരിയാണി അല്ലാതെ കുറെ സാധനങ്ങളൊക്കെ മമ്മി ഉണ്ടാക്കും. പക്ഷെ പുറത്ത് മമ്മി വലിയ പാചകം അറിയാന്നൊന്നും പറയത്തില്ല. എന്നാലും മമ്മി ഉണ്ടാക്കുന്ന എല്ലാം, പിന്നെ വീട്ടിൽ വന്ന് കഴിക്കുന്നവരെല്ലാം അടിപൊളിയാന്നൊക്കെ പറയും. അപ്പോൾ മമ്മി എല്ലാം ഇങ്ങനെ തട്ടിക്കൂട്ട് പരിപാടിയാണേലും മമ്മി അടിപൊളിയായിട്ട്. മമ്മിയുടെ പേരെന്താ? മമ്മിയുടെ പേര് സുചിത്ര. മമ്മിക്ക് വേറെ എന്തെങ്കിലും വർക്കോ കാര്യങ്ങളോ ഉണ്ടോ? മമ്മിക്ക് വർക്കൊന്നുമില്ല. ഒന്നുമില്ല. ഭക്ഷണമൊക്കെ നല്ലോണം ഉണ്ടാക്കും. അപ്പം മോള് കരുതി ഇങ്ങനെ ഒരു കച്ചവടം അങ്ങ് തുടങ്ങാന്ന് കരുതി. അപ്പൊ ഊട്ടി സ്റ്റൈല് ബിരിയാണിയാണ്. അപ്പൊ നല്ല ബിരിയാണിയാന്ന് മോളുടെ അഭിപ്രായമാണ്. നല്ല ബിരിയാണിയാ. അപ്പൊ ഉഷാറായി. മോള് പഠിക്കുന്നത്? ഞാൻ ഇപ്പൊ നീറ്റ് പഠിക്കുക. +2 കഴിഞ്ഞു. നഴ്സിംഗിന് ഈ വർഷം പോകുക. മോനെന്താ? നഴ്സിംഗിന് പോവാ. നിങ്ങൾ മോൻ അടുത്ത് തന്നെയാണോ? ഇവർ അടുത്ത് തന്നെയാണോ താമസിക്കുന്നത് അവൻ? ഓ ശരി. അപ്പൊ നമ്മളിങ്ങനെ കറങ്ങി തിരിഞ്ഞിങ്ങനെ ഓരോ സ്ഥലങ്ങളിലേക്ക് പോകുമ്പോഴാണ് ഇതുപോലുള്ള ആൾക്കാരെയൊക്കെ പരിചയപ്പെടുന്നത്. എന്താണെങ്കിലും ഇന്ന് എൻ്റെ മുമ്പിൽ വന്നു പെട്ടത് ഇവരാണ് കേട്ടോ. ഇവർ മനോഹരമായിട്ടുള്ള പച്ചയ്ക്കും തകഴിക്കും ഇടഭാഗത്താണ് നിൽക്കുന്നത്. അമ്മ ഉണ്ടാക്കുന്ന ബിരിയാണി ഈ കാറിനകത്ത് ഇവർ 3 പേരും കൂടെ വളരെ ആത്മാർത്ഥമായിട്ടാണ് വിൽക്കുന്നത്. അപ്പോൾ എല്ലാവരും ഒന്ന് വാങ്ങിച്ച് സഹായിക്കുക. ഈ സ്ഥലം നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. ബിരിയാണി നിർത്തി കാണട്ടെ. ഇതാണ് അമ്മച്ചി ഉണ്ടാക്കുന്ന ബിരിയാണി കേട്ടോ. ഇത് ഞാനൊന്ന് ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം. അടിപൊളി ബിരിയാണി എന്നാണ് മോളുടെ അവകാശവാദം. കാരണം ഇത് ഊട്ടി സ്റ്റൈൽ ബിരിയാണിയാണെന്നാണ് മോള് പറയുന്നത്. അപ്പോൾ എന്താണെങ്കിലും നമ്മുടെ പ്രിയപ്പെട്ട പ്രേക്ഷകർ ഒന്ന് വാങ്ങിച്ചിട്ട് ഒന്ന് ഹെൽപ്പ് ചെയ്ത് കൊടുക്കുക. ഇനി കണ്ടിന്യൂസ് എല്ലാ ദിവസവും ഉണ്ടാവുമല്ലോ? ഉണ്ടാവും. അപ്പോൾ ഇവിടെ കുഞ്ഞു കച്ചവടമാണ് കേട്ടോ. ആ കച്ചവടത്തെ ഒന്ന് വലുതാക്കി കൊടുക്കുക. അപ്പോൾ ഇത് പാക്ക് ചെയ്തു. 2 എണ്ണം പാക്ക് ചെയ്തു. ഇന്ന് എത്ര ബിരിയാണി വിറ്റു? ഇന്ന് എണ്ണാനൊന്നും അറിയത്തില്ല, കുറെ വിറ്റു അല്ലേ? 10ഓളം പോയിട്ടുണ്ട്. 25 ചോദ്യമാണ് അതിനകത്ത് 10ഓളം പോയിട്ടുണ്ട്. അപ്പം എത്ര കിലോമീറ്റർ ഉണ്ട് വീട്ടിലേക്ക്? ഇവിടുന്ന് ഏകദേശം ഒരു 5-6. അപ്പൊ സന്തോഷം. കച്ചവടമൊക്കെ ഉഷാറാട്ടെ കേട്ടോ. ഓക്കെ.